ചേടാ ഇതിന്റെ ഇടയ്ക്ക് ഇവൻ എന്തിനാ വിളിക്കണേ? ഇവനോട് ഇനി എന്താ പറയും? ഹലോ, എന്താടാ? എടാ നീ ഇത് എവിടെയാ? നിന്നെ രാവിലെ തൊട്ട് വിളിക്കില്ലേ? എടാ ഞാനൊരു സ്ക്രിപ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടേ. അന്ന് സ്ക്രിപ്റ്റ് പണിയാമോ കാണിക്കാൻ? അല്ലടാ, അത് വർക്കൗട്ട് ആവുമല്ലെന്ന് അറിയണ്ടേ. എഴുതിയാണോ? ആ, പിന്നല്ലാണ്ട് വേറെ ആരും എഴുതുന്നത്? അത് സംശയമില്ല, അത് വർക്കൗട്ട് ആവില്ല. ഞാൻ വെച്ചിട്ട് വെക്കാൻ, എനിക്ക് ഒരുപാട് പരിപാടി ഉണ്ട്. നീ എപ്പോഴാ വരുന്നത്? എടി എന്തിനാടാ, എന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? എടാ ദേവസിക്ക് തുള്ളൽ പനി കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുക. നന്നായി, നീ വന്നിട്ട് വേണം നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. അപ്പൊ നീ എപ്പോഴാ എത്തുന്നതെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ എനിക്കൊന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. ഞാൻ എത്തുന്നതിനെ കുറിച്ച് നീ ചിന്തിക്കണ്ട. നീ ആ പുള്ളിനെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. നമുക്ക് പട്ടിണി കിടക്കാൻ പറ്റുമോ? എടാ സത്യം പറ, നീ ഏതെങ്കിലും പെങ്കുച്ചോട്ട് ഒളിച്ചോടാൻ പോവാണോ? എടാ സ്ക്രിപ്റ്റ് ഒന്ന് കാണിച്ച് റെഡിയാക്കട്ടെ. നീ ചുമ്മാ വെച്ചേ അലമുണ്ടാക്ക. സംതിങ് ഫിഷി. നീ ഇങ്ങോട്ട് വരുമല്ലോ, നിനക്ക് തരാം ഞാൻ. ലൈവ് ലൊക്കേഷൻ വന്നല്ല. നല്ല അമ്പരച്ചുംബികളായ ബിൽഡിംഗ്. അത്യാവശ്യം കാശുള്ള പെണ്ണാണെന്നാ തോന്നുന്നത്. എങ്ങനെയും ഇവളെ വളച്ചെടുക്കണം. ലൊക്കേഷൻ ഇവിടെ കാണിക്കുന്നത്, പക്ഷെ ഇങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഒന്ന് വിളിക്കാം. കിട്ടുന്നില്ലല്ലോ, ഇവിടെ വിളിക്കാം. കിട്ടുന്നില്ലല്ലോ. ഇവളെന്തിനാ വിളിച്ചോണ്ടിരിക്കുന്ന? പനും താലി കെട്ടിപ്പോയി. ഹലോ ചന്ദന മോളെ, ഇത് എവിടെ പോയി കിടക്കും മുത്തുണ്ണ? ഞാൻ കൊറേ നേരം കൊണ്ട് വിളിക്കുന്നതാണല്ലോ. ഞാനൊരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാ. നമ്മുടെ സുബ്ബു പറഞ്ഞില്ലേ? എന്നോട് പറഞ്ഞില്ലേ? ഞാൻ പറയണ്ടെന്ന് പറഞ്ഞായിരുന്നു. അവൻ എന്താ എന്റെ കാമൊന്നുമല്ലോ ആണോ എന്നോട് പറയാൻ? അങ്ങനല്ല, അവൻ അറിഞ്ഞാൽ ചിലപ്പോ അവന് അത് മുടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയണ്ടെന്ന് പറയുമായിരുന്നു എന്നോട്. ഞാനൊരു ജോലിയുമായിട്ട് ആവശ്യപ്പെട്ട് വന്നാ മോളെ. എന്ത് ജോലി? അത് എന്തേലും ഒരു ജോലി, ഏതേലും ഒരു ജോലി ചെയ്യണ്ടേ? ഞാനിപ്പോ എപ്പോഴും വീട്ടിൽ നിന്ന് ഈ വാടക കൊണ്ട് ജീവിക്കുവാണെന്നൊരു ചീത്തപ്പേരില്ലേ എനിക്ക്? അതല്ല മുത്തോണ്ണ, ഒരു ജോലി ആകുമ്പോ ഒരു 1.5 ലക്ഷം കിട്ടും. അതിന് 10ാം ക്ലാസ് പാസ്സായിട്ടില്ലല്ലോ ഞാൻ. അത്രയും പ്രതീക്ഷിക്കണോ? പോയിട്ട് എപ്പോഴാ വരുന്നേ? അത് ഞാൻ വരാം. ഒരു സെറ്റാക്കാനുണ്ട്. സെറ്റാക്കിയിട്ട് ഞാൻ വന്നോളാം. വരുമ്പോഴേ വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങണം. പഴം, പരിപ്പ്, സവാള, തക്കാളി, പച്ചമുളക്, പഞ്ചസാര, കാപ്പിപ്പൊടി, ഉപ്പ്, അരി, കടുക്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉലുവ, ജീരകം, മത്തങ്ങ, കിഴങ്ങ്, വെളിച്ചെണ്ണ, അങ്ങനെയൊക്കെ. ഞാൻ മേടിച്ചോണ്ട് വരാം. അല്ലെ ഞാൻ വന്നിട്ട് മേടിക്കാം. നീ അവിടെ വെറുതെ ഇരിക്കല്ലോ, നിനക്ക് പോയി മേടിച്ചാ പോരെ ഇതൊക്കെ? ശരി വെക്കുവാ. മനുഷ്യനെ സമാധാനം തരത്തിലൊന്നും പ്രേമിക്കാനും സമ്മതിക്കത്തില്ല. നമ്മളെ കൊച്ചിനെ ഒന്നുകൂടെ വിളിച്ചു നോക്കാം. മോളെ, ഞാനിവിടെ എത്തി കേട്ടോ. എവിടെ ഇപ്പൊ നിൽക്കുന്നേ? എവിടെ എത്തി? ഒരു വെളുത്ത കെട്ടിടത്തിന്റെ മുമ്പിലുണ്ട് ഇപ്പൊ ഞാൻ. വെളുത്ത കെട്ടിടവും? വൈറ്റ്. ഇവിടെ എല്ലാ വീടും വെള്ളയാണല്ലോ. വേറെന്തേലും പറ. അത് 2 ജനലുണ്ട്, ഒരു റൂഫുണ്ട്. റൂഫോ? താഴെ ഒരു കാറ് കിടപ്പുണ്ട്. അതെല്ലായിടത്തും ഉള്ളതല്ലേ? കാറിന് 4 ടയറുണ്ട്. അതിന്റെ അപ്പുറത്ത് തന്നെ ഒരു പാളയംകോടൻ വാഴമരം നിപ്പുണ്ട്. വാഴമരമോ? ഈ എല്ലാ വീടിനും കോമൺ അല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ അങ്ങനെ ചോദിച്ചാ ഇവിടെ മറ്റേ ഒരു CCTV ഉണ്ട് വാതിക്കെ. പിന്നെ ഒരു ട്യൂബ് ലൈറ്റ് കാണാം. പിന്നെ ഇങ്ങനെ തുറക്കുന്ന ഗേറ്റാ. നമ്മുടെ പൊതുവെ ഇങ്ങനെ തുറക്കുന്ന ഗേറ്റ് അല്ലേ ഇത്? ഇങ്ങനെ തുറക്കുന്ന ഗേറ്റാ. എനിക്ക് കൊച്ചിനോട് സംസാരിക്കുമ്പോ വെപ്രാളായിട്ട് എന്താ പറയണ്ടേന്ന് ഒരു പിടി കിട്ടുന്നില്ല. അതാ. ഒരു കാര്യം ചെയ്യ്, ചേട്ടന് ലൈവ് ലൊക്കേഷൻ അയച്ചു. ഞാൻ അയച്ചുതരാം. നോക്കിട്ട് പറയാം. ഇപ്പൊ അയക്കാം. നല്ല ശബ്ദമാ കൊച്ചിന്റെ. കാതൽ പിസാസെ, കാതൽ പിസാസെ. അയ്യോ, നീ എന്നാ ഇവിടെ? ഞാനോ? ഞാനിവിടെ തിരക്കഥ കൊടുക്കാൻ വേണ്ടി വന്നാ. അല്ല, തിരക്കഥ എന്തി? തിരക്കഥ ഞാൻ സോഫ്റ്റ് കോപ്പി അതാണല്ലോ സൗകര്യം. ശരി. അല്ല, മുത്തോണ്ണൻ എന്താ ഇവിടെ? ഞാൻ ചുമ്മാ വെറുതെ ഒന്ന് കാറ്റ് കൊള്ളാനും വന്ന്. കാറ്റ് കൊള്ളാൻ എവിടെയാ? ഈ ഒരു ഇന്റർവ്യൂവിന് വന്നതാ. എന്നിട്ട് ഈ ഫയലൊന്നുമില്ലേ? ഫയല് അത് സോഫ്റ്റ് കോപ്പിയാ. സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. ശരി. ഞാനെന്തിനാ സംശയിക്കുന്നേ? എടാ നീയേ എന്നെ ഇവിടെ കണ്ട കാര്യം ചന്ദന അറിയല്ലേ കേട്ടോ? എന്താ? അല്ല, ഞാൻ അവളോട് വേറെ ഒരു സ്ഥലത്ത് ഇന്റർവ്യൂവിന് പോവാണെന്നാ പറഞ്ഞേ. അപ്പൊ അവള് ഇതാണെന്ന് അറിയണ്ട.
അതുകൊണ്ടാണ്. ആ അല്ല ഈ പറഞ്ഞ പോലെ എന്നെ കണ്ടെന്ന കാര്യം സുബുവിനോട് പറയണമെന്നില്ല. അവിടെ ദേവസിക്ക് എന്താ പറ്റിയത്? ദേവസിക്കെന്നാ പറ്റി? ആൾ ചക്കക്കുരു പോലെ നടപ്പുണ്ടായിരുന്നല്ലോ അതിലെ. പക്ഷെ അവൻ വിളിച്ച് പറഞ്ഞിട്ട് അവൻ എന്തോ പറ്റി, ദേവസിക്ക് എന്തോ പറ്റി എന്നൊക്കെ പറഞ്ഞായിരുന്നു. സാരമില്ല, അയാൾ ജാവട്ടെ, അയാളെ കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അയാൾ വെക്കുന്ന കറി ഒക്കെ രുചിയുണ്ടോ? ഞാൻ കഴിക്കാറുണ്ട്. പിന്നെ വേറെ ഗതി ഇല്ല, കഴിച്ചേ പറ്റത്തുള്ളൂ. അല്ല നീ എന്തിനാ സുബുവിനോട് പറയില്ലെന്ന് പറഞ്ഞേ? അവൻ അറിയാൻ പാടില്ലാത്ത കാര്യമല്ലോ. അല്ല അങ്ങനെ ആയതുകൊണ്ടല്ല, വേണേ പറഞ്ഞേക്കാം, ഞാൻ സുബിനോട് പറഞ്ഞേക്കാം. കൂടെ പൊതുവെ നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ തിരക്കഥയും കൊണ്ട് കാണാനൊക്കെ വരുന്നേ? അത് ഞാൻ അവനെ വിളിച്ചു. പക്ഷേ ഈ ദേവസിക്ക് പാടില്ല എന്നും പറഞ്ഞ് അവൻ അങ്ങോട്ട് വിളിക്കുന്നു. നമ്മുടെ ജീവിതമല്ലേ നമുക്ക് വലുത്. അല്ല ദേവസ്ഥയുടെ ജീവിതം ആരോഗ്യം നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പോകത്തില്ല. ശരിയാ. ശരി എന്നാ നടക്കട്ടെ. ചന്ദന അറിയില്ല കേട്ടോ. ഓക്കെ. അല്ല വിട്ടോ. ഓക്കെ ശരി. അല്ല നീ അല്ല ഞാൻ എനിക്ക് ഇതിലെയാ പോകണ്ടേ? ആണോ? എനിക്ക് ഇതിലേ പോകണ്ടേ? ശരി പറയല്ലേ? ഇല്ല. ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? അതൊന്നുമില്ല. ഇപ്പം ഞാനിങ്ങനെ ലൊക്കേഷനൊക്കെ നോക്കി ഇങ്ങനെ പോകുന്നു. നമ്മളിങ്ങനെ കണ്ടുപിടിക്കുന്ന കാര്യത്തിലൊക്കെ ആഗ്രഹം. പേരെങ്ങനെയായിരുന്നു? ഏഞ്ചൽ. ഞാൻ ഈ പേരുകളൊന്നും ഓർത്ത് വെക്കത്തില്ല കേട്ടോ. വേറെ ഒന്നും വിചാരിക്കരുത്. കാരണം നമ്മൾ ഈ സ്റ്റാർസുകളിലാണ് ഇതിൻ്റെ അകത്ത് താല്പര്യം കൊടുത്തിരിക്കുന്നത്. സൂപ്പർ സ്റ്റാർ അതൊക്കെ മൈൻഡിൽ നിൽക്കത്തുള്ളൂ. വേറെ ഒന്നും വിചാരിക്കരുത്. പേരെന്താന്ന് പറഞ്ഞു? ഏഞ്ചൽ. ഏഞ്ചൽ. ഇനി മറക്കൂല. ഏഞ്ചൽ. ചേട്ടൻ ഭയങ്കര ഇന്റലക്ച്വൽ ആണ്. അതെങ്ങനെ മനസ്സിലായി? അല്ല കണ്ണാടി ഉണ്ടോ? എനിക്ക് മനസ്സിലായി. എല്ലാരും പറയാറുണ്ട്. ഞാനേ ഭയങ്കര തിരക്കുള്ള കൂട്ടത്തിലാണ് സത്യത്തില്. പിന്നെ കുട്ടി വേണേ ഒരു ലോട്ടറി ഒക്കെ എടുത്തോട്ടോ. പേര് ഏഞ്ചൽ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമുണ്ട്. കാരണം എന്നെ ഇവിടം വരെ എന്റെ ഒരു ടൈമിൽ കിട്ടിയില്ല. പിന്നെ വേറെ എന്നാ ഉണ്ട്? ചേട്ടൻ മാരീഡ് ആണോ? അല്ല. അതെന്താ? പെണ്ണ് കിട്ടാത്തണ്ട്. അല്ല ഞാൻ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല സത്യത്തില്. കാരണം എൻ്റെ കാഴ്ചപ്പാടിലുള്ള ഒരു പെൺകുട്ടീനെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാന്നേ പോലും. പക്ഷെ ഇപ്പോ ഞാൻ കാണുന്നുണ്ട്. ആ ഒരു മനസ്സിലാവുമല്ലോ അല്ലേ? ചേട്ടൻ എത്ര സിനിമ ചെയ്തിട്ടുണ്ട്? സിനിമ എന്ന് പറയുമ്പോ അത് കണക്കൂട്ടി എടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അല്ലാതെ പോട്ടെ, കുട്ടിക്ക് സിനിമയിലൊക്കെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ചാൻസ് കിട്ടിയാ നമുക്കൊരു നോക്കാം. ഏഞ്ചൽ ഈ കറക്റ്റ് ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞുണ്ടല്ലോ ഹിറ്റാവും. എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ രക്ഷപ്പെടും. അതൊരു നിമിത്തമായിട്ടാണ് കണക്കൂട്ടിയാൽ മതി. എല്ലാം നിമിത്തങ്ങളാണല്ലോ. ഞാൻ നിമിത്തങ്ങളിൽ വിശ്വസിക്കുന്ന ആളാ. എന്താ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടാ? നമുക്ക് അകത്തിരുന്ന് സംസാരിച്ചാലോ? ഇവിടെ ക്യാമറ ഉണ്ടോ? ക്യാമറയോ? ഇല്ല. ആണോ? അല്ല അകത്തെന്ന് പറയുമ്പോ അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല ആരുമില്ല. ഇല്ല. അങ്ങനെയാണ് അകത്ത് ഇരുന്ന് സംസാരിക്കാം. എന്നാ പോക്കോ. അല്ല ചേട്ടൻ ആദ്യം നോക്കാം, ഞാൻ പുറകെ വരാം. ആണോ? എന്തെല്ലാം മോഹങ്ങളാണെന്നോ. കൊള്ളാം. വെളിച്ചം ദുഃഖമാണോ?